സർദാർ അബ്ദുൾ റഹ്മാൻ ബലോച്ച് അഥവാ റഹ്മാൻ ഡക്കായിറ്റ്. ദുരന്തർ എന്ന സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം നിങ്ങൾ ആരും രൺവീർ സിംഗിനെ കുറിച്ച് സംസാരിക്കില്ല, അത് ഉറപ്പാണ്. സംസാരിക്കാൻ പോകുന്നത് അക്ഷയ് ഖന്നയുടെ കഥാപാത്രമായ റഹ്മാൻ ഡക്കായിറ്റിനെ കുറിച്ചാണ്. എന്താ സ്വാഗ്, എന്താ ഓറ! ആ മനുഷ്യൻ്റെ എൻട്രി സോങ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഡാൻസ് സ്റ്റെപ്പും വളരെയധികം വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ കണ്ടവർക്കറിയാം. ഞാനിത് പറയുമ്പോൾ പോലും അതിൻ്റെ ഗുമ്മോടെ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അക്ഷയ് ഖന്ന സ്റ്റോൾ ദ ഷോ എന്നുള്ളത് തന്നെയാണ്. അക്ഷയ് ഖന്നയെ ചാവയിൽ നമ്മൾ കാണുമ്പോൾ പോലും ഒരു വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് അക്ഷയ് ഖന്നയാണ്. ദൃശ്യം 2ലും വേറൊരു ഡിഫറെൻറ്റ് അക്ഷയ് ഖന്നയാണ്. ഇവിടെയും മറ്റൊരു അക്ഷയ് ഖന്നയാണ് കാണുന്നത്. ലൈക്ക് അക്ഷയ് ഖന്ന വാസ് കംപ്ലീറ്റ്ലി ഇൻ ദിസ് റോൾ. അതായിരുന്നു ഈ സിനിമ ത്രൂ ഔട്ട് പറയാനുള്ളത്. ദുരന്തർ അടിപൊളി സിനിമയായിരുന്നു. 3.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദൈർഘ്യമുള്ള സിനിമയാണെങ്കിൽ പോലും ഒരു തരത്തിലും ലാഗ് തോന്നാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് രൺവീർ സിംഗ് ആണെങ്കിൽ പോലും രൺവീർ വരുന്നെങ്കിൽ അത് ഈ റഹ്മാൻ ഡക്കായിറ്റിൻ്റെ പിൻഗാമിയായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ റഹ്മാൻ ഡക്കായിറ്റിൻ്റെ ആ കഥ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ബട്ട് റഹ്മാൻ ഡക്കായിറ്റിനൊക്കെ പിന്നിലാണ്. മറ്റേ 2 അനുയായികളെ പോലും ഒരാൾ തന്നെയാണ് രൺവീർ നിൽക്കുമ്പോൾ പോലും സ്ക്രീനിൽ ഒരുമിച്ച് അക്ഷയ് ഖന്നയുടെ നിങ്ങൾ ആ ഹൈറ്റും വെയിറ്റും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പോലും ഒരിക്കലും ഓവർ ഷാഡോ ചെയ്യുന്നില്ല രൺവീർ അക്ഷയ് വേറൊരു ലീഗ് പോലെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് സ്ക്രീന് മൊത്തത്തിലങ്ങ് എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ കഥാപാത്രത്തെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ റഹ്മാൻ ഡക്കായിറ്റിൻ്റെ കഥാപാത്രത്തെ സംസാരിക്കുമ്പോൾ പോലും ഈ സിനിമ ഒരു റിയൽ ലൈഫ് ബേസ്ഡ് ഇവൻ്റ് എന്ന് ആദിത്യ ധർ എന്ന സംവിധായകൻ തുടക്കം തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് ലിയാരി ടൗണിനെ നേതാവായ റഹ്മാൻ ഡക്കായിറ്റിൻ്റെ കഥയാണ് സംസാരിക്കുന്നത്. 13-ാം വയസ്സിൽ കൊല്ലാൻ തുടങ്ങിയ ആളായ റഹ്മാൻ ഡക്കായിറ്റ് 2001 മുതൽ 2009 വരെ അവിടെ അടക്കി വാണിരുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് റഹ്മാൻ ഡക്കായിറ്റാണ്. അവിടുത്തെ അണ്ടർ വേൾഡ് ഡോൺ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന റഹ്മാൻ ഡക്കായിറ്റ് പൊളിറ്റിക്സിലേക്ക് വരുന്ന കഥ ഉൾപ്പെടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ 2008 മുംബൈ ഭീകരാക്രമണം പോലും റഹ്മാൻ ഡക്കായിറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കഥ പോലും ഈ സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. സെമി ഫിക്ഷണലായിട്ടാണ് ദുരന്തർ സംസാരിക്കുന്നതെങ്കിൽ പോലും റഹ്മാൻ ഡക്കായിറ്റിൻ്റെ കഥാപാത്രം അത്രമാത്രം ഭീകരനാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നമ്മളിപ്പോൾ ഈ വൈറലായി നിൽക്കുന്ന ഈ പാട്ടും ഈ ഇൻട്രോ സോങ്ങും ഒക്കെ റഹ്മാൻ ഡക്കായിറ്റിനെ നമ്മൾ വാഴ്ത്തുമ്പോൾ പോലും സോഷ്യൽ മീഡിയയിൽ അത് തരംഗമായി മാറുകയാണ്. ഒരു തരത്തിലും തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ബലോച്ച് നേതാവിനെ കാണാൻ വേണ്ടിയിട്ട് റഹ്മാൻ ഡക്കായിറ്റ് പോകുന്ന ആ ഒരു ഇൻസ്റ്റൻസിലാണ് ഈ പാട്ട് വരുന്നത്. അത് ആ സീനെ ഗംഭീരമായ സീനാണ്. അത് റഹ്മാൻ ഡക്കായിറ്റ് അക്ഷയ് ഖന്നയുടെ കഥാപാത്രം കാറിൽ നിന്ന് ഇറങ്ങി വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് ആ ഒരു പാട്ടിലൂടെ അദ്ദേഹം ഡാൻസ് ചെയ്ത് ബലോച്ച് നേതാവിനെ കാണാൻ പോകുന്നതും അദ്ദേഹത്തിൻ്റെ ആവശ്യം മുന്നോട്ട് വെക്കുന്നതും അത് ഓക്കെ പറഞ്ഞ ബലോച്ച് നേതാവിൽ നിന്നും തിരിച്ച് രൺവീറും അക്ഷയ് ഖന്നയും തിരികെ പോകുന്നത് വരെയുള്ള ഒരു സീൻ അതിഗംഭീര സീനാണ്, അടിപൊളി സീനാണ്. ആ സീനിടയിലാണ് ഈ പാട്ട് പ്ലേസ് ചെയ്യുന്നതും ഈ പാട്ട് അതിഗംഭീരമായി സോഷ്യൽ മീഡിയയിൽ മാറിപ്പോവുകയും ചെയ്യും. ദുരന്തർ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ ഈ സീനിനെ പറ്റി പറയുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്ര മാത്രമായിരുന്നു. ആൻഡ് ഈ ഫിലിം കംപ്ലീറ്റ്ലി എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും 3.5 hours ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് അതിൻ്റേതായ ക്രക്സ് ഉണ്ട്. നമ്മൾ ഈ സിനിമയുടെ പല വേർഷൻസ്, ഈ സിനിമയുടെ കഥ പല വേർഷൻസിലൊക്കെ നമുക്ക് കേൾക്കാം, അറിയാമെന്നൊക്കെ ഉണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഈ സിനിമ ഒരു 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 പ്രൊപ്പഗാൻഡ സിനിമയാണ് എന്നൊന്നും വിശേഷിപ്പിക്കാൻ കഴിയുന്നതല്ല. ഉറപ്പായിട്ടും പല പല ഇൻസ്റ്റൻസസിലും BJP ഗവൺമെൻറ്റിനെ പുകഴ്ത്തുന്ന രീതിയിലേക്കുള്ള ഡയലോഗ് ഉൾപ്പെടെ ഉണ്ടെങ്കിൽ പോലും ഇതൊരു പ്രൊപ്പഗാൻഡ സിനിമ എന്നുള്ള രീതിയിലേക്ക് വിളിക്കപ്പെടാൻ കഴിയുമോ എന്നുള്ളത് 2 തട്ടിൽ നിൽക്കുന്ന ഒരു ഡിബേറ്റബിൾ ക്വസ്റ്റ്യനും കൂടിയാണ്. ബട്ട് ഇതിൻ്റെ പെർഫോമൻസ് വൈസ് രൺവീർ ആയിക്കോട്ടെ, അക്ഷയ് ഖന്ന ആയിക്കോട്ടെ, അർജുൻ റാംപാൽ ആയിക്കോട്ടെ, ആൻഡ് ദ ബാബ സഞ്ജയ് ദത്ത് ആയിക്കോട്ടെ, സഞ്ജയ് ദത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ സീനൊക്കെ അതിഗംഭീരമായ സീനാണ്. ഹവാ ഹവാ പാട്ടൊക്കെ വെച്ചിട്ട് സഞ്ജയ് ദത്തിന് ഒരു അതിഗംഭീര ഇൻട്രോ സീക്വൻസ് ഉണ്ട്. അത് ആ ടെറൈൻ ആയിക്കോട്ടെ, എല്ലാ രസമാണ്. ക്ലൈമാക്സ് ഉൾപ്പെടെ ആയിക്കോട്ടെ, ഭയങ്കരമായി നമ്മൾ സീറ്റഡ് ചെയ്യിപ്പിക്കുന്ന പല മൊമെൻറ്റ്സും ഉണ്ട്. ആൻഡ് ആകെ ഒരു പ്രശ്നം ഈ സാറാ അർജുൻ രൺവീർ സിംഗ് കോമ്പിനേഷനായിട്ട് തോന്നിയത് ഇതിലൂടെ നമ്മളുള്ള പ്രായ വ്യത്യാസമുണ്ട്. ഓക്കെ, കഥയിലും അത് തന്നെയാണ് സംസാരിക്കുന്നത്. കഥയിൽ സാറാ അർജുൻ്റെ പ്രായം എന്ന് പറയുന്നത് 19 വയസ്സും ഈ രൺവീറിൻ്റെ കഥാപാത്രത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് 32 വയസ്സുമാണ്. അപ്പം കഥാപരമായിട്ട് അതുണ്ടെങ്കിൽ പോലും നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴേക്കും ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നുന്നൊരു മൊമെൻറ്റ് കൂടിയാണ് എന്നുള്ളത് മാത്രമാണ് നെഗറ്റീവായിട്ടുള്ളത്. ബട്ട് ഈ 3.5 hours ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു ഡ്യൂറേഷനായിട്ടേ തോന്നാത്തൊരു മൊമെൻറ്റും കൂടിയായിരുന്നു. നമ്മൾ ആനിമൽ കാണുമ്പോഴും നമുക്ക് ഈ ഡ്യൂറേഷൻ അടിക്കില്ല. ഇപ്പോൾ ഇതാ ഈ സിനിമ ദുരന്തർ കാണുമ്പോഴും നമുക്ക് ആ ഡ്യൂറേഷൻ അടിക്കുന്നില്ല. അത് ഭയങ്കര പോസിറ്റീവ് സംഭവമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കമ്മിങ് ടു റഹ്മാൻ ഡക്കായിറ്റ് എന്ന കഥാപാത്രത്തെക്കുറിച്ചും തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. 13-ാം വയസ്സിൽ കൊന്നു തുടങ്ങിയ റഹ്മാൻ ഡക്കായിറ്റ് തൻ്റെ അമ്മയാണ് ആദ്യം കൊല്ലുന്നത്.
അമ്മ കഥാപാത്രം. ഇപ്പോൾ ഈ സിനിമയിൽ പോലും തൻ്റെ അമ്മയും അച്ഛനെയും കൊല്ലുന്ന റഹ്മാൻ ഡെക്കോയിട്ട് എന്ന കഥാപാത്രത്തെയായിട്ടാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ പോലും അമ്മയുടെ അറുത്ത് കൊന്നുകൊണ്ടാണ് റഹ്മാൻ ഡെക്കോയിട്ട് ഒരു നേതാവാവുന്നത് റിയൽ ലൈഫിൽ എന്നുള്ളതാണ് ട്രേസസ് ഓഫ് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റഹ്മാൻ്റെ പിതാവാവട്ടെ അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടയായിരുന്നു, പ്രത്യേകിച്ച് കറാച്ചിയിലെ ലയാരി ഭാഗത്ത് നിന്നുള്ള ഏറ്റവും വലിയ ഗുണ്ട. അച്ഛൻ കൂടി മരണപ്പെട്ടതിന് ശേഷം അതെല്ലാം കൂടി റഹ്മാൻ്റെ കൈകളിലേക്ക് വന്നു. ഹാജി ലാലുവിൻ്റെ ഗ്യാങ്ങിലേക്ക് 1990 അവസാനത്തോടെ റഹ്മാൻ ഡെക്കോയിട്ട് ജോയിൻ ചെയ്യുകയും പിന്നീട് ഹാജി ലാലുവിനെ 2001 അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോഴേക്കും റഹ്മാൻ്റെ കൈകളിലായി മുഴുവൻ ഭരണവും. അങ്ങനെ ഈ 2001 മുതൽ 2009 വരെ ലയാരി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള റഹ്മാൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ, അല്ലെങ്കിൽ റഹ്മാൻ എന്തൊക്കെ അതിനു വേണ്ടി ചെയ്തു, ആരെയൊക്കെ കൊന്നു എന്നുള്ളതിന് കയ്യും കണക്കുമില്ലാത്ത ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. കിഡ്നാപ്പിംഗ്, ഡ്രഗ് മാഫിയ, സെക്സ് റാക്കറ്റിംഗ്, അങ്ങനെ ഈ വർഷങ്ങളൊക്കെ തന്നെ റഹ്മാൻ ഡെക്കോയിട്ട് കാണിച്ചു കൂട്ടാത്ത കാര്യങ്ങളില്ല. അങ്ങനെ 34-ാം വയസ്സിൽ 2009 ആണ് കറാച്ചി പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ റഹ്മാൻ ഡെക്കോയിട്ട് മരണപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കസിൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ത്രോൺ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലവും കൂടി ഉണ്ടായി. ഇതിൻ്റെ എല്ലാം ഒരു സമ്മിശ്രമായൊരു ഗ്ലിംസാണ് ദുരന്തർ എന്ന സിനിമയിലും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തർ വളരെ വേഗത്തിൽ ആളുകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തത്. ഈ സംവിധായകനായ ആദിത്യധറിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഉറി സർജിക്കൽ സ്ട്രൈക്കാണ്. ഉറി എന്തുമാത്രം ഗംഭീര സിനിമയാണെന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല. ഉറിനെ പറ്റി ഞാൻ വീണ്ടും സംസാരിക്കുന്നില്ല, പറഞ്ഞു തുടങ്ങി കുറേ പറയേണ്ടി വരും. പക്ഷേ അതിനുശേഷം ആദിത്യധറിൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ടാണ് ദുരന്തർ എത്തുന്നത്. ദുരന്തർ എത്തുന്നത് പോലും ആദ്യം തുടങ്ങുന്നത് തന്നെ രൺവീറിൻ്റെ കഥാപാത്രത്തെ പ്ലേസ് ചെയ്തുകൊണ്ടാണ്. രൺവീർ കറാച്ചിയിലേക്ക് എത്തുന്നത് മുതൽ ആണ് ഈ സിനിമയുടെ ആരംഭം തന്നെ. അതിനുശേഷം ഉണ്ടാകുന്ന രൺവീർ എങ്ങനെയാണ് കഥ പോകുന്നത് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് ഒരു ഘട്ടത്തിൽ രൺവീറിൽ നിന്നും ഇതിൻ്റെ POV മാറി അക്ഷയ് ഖന്നയുടെ കഥാപാത്രമായ റഹ്മാൻ ഡെക്കോയിട്ടിലേക്ക് ഇതിൻ്റെ POV പോകുന്നത്. അത് മാറിയതിനു ശേഷം ഈ സിനിമ മൊത്തത്തിൽ മാറുകയാണ്. അതായത് റഹ്മാൻ്റെ പ്രതികാരം, റഹ്മാൻ്റെ വളർച്ച, റഹ്മാൻ്റെ ത്രോൺ, റഹ്മാൻ്റെ സിംഹാസനം, റഹ്മാൻ്റെ ലോകം എന്ന രീതിയിലേക്ക് ഈ കഥ മാറുമ്പോഴാണ് ഇതിന് വേറൊരു തലത്തിലേക്ക് ഈ സിനിമ മാറുന്നത് എന്നത് വേണം തന്നെ പറയാൻ. അവിടെ നിന്നുകൊണ്ടാണ് ദുരന്തർ കുറച്ചുകൂടി അതിഗംഭീരമായ ഒരു എഫക്റ്റിലേക്ക് സിനിമ എത്തുന്നതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് രൺവീർ സിംഗിൻ്റെ സിനിമയിൽ, ഇത് അക്ഷയ് ഖന്നയുടെ സിനിമയായിട്ടാണ് ദുരന്തർ പിന്നീട് ജനങ്ങളിലേക്കും എത്തിയത്.